dear students, welcome back to the new session of Python programming. In the previous class, we have discussed about what are functions and also about one Python built-in function, mathematical functions. We have more built-in functions and which we will discuss in later. Today, we will discuss about user-defined functions. What are user-defined functions? In the previous class, we discussed that the functions that are already available and ready to use are called built-in functions. However, if you don't find a suitable built-in function to serve your purpose, we can define a new function. The functions that are created by the user to perform a particular task is called user-defined functions. And these functions can be called from every verb when the need arises. To use their own functions to Python, users have to define the function first. This is known as function definition. In a function definition, users have to define a name for the new function and also the list of statements that will execute when the function will be called. In Python, a user-defined function declaration begins with the keyword def followed by the function name. Just note, the user-defined function declaration starts with the keyword def and followed by function name. Okay. The function may take arguments as input with the opening and closing parenthesis just after the function name followed by a colon. After defining the function name and arguments, a block of program statements start at the next line and these statements must be indented. Okay. And there is an optional return statement to return the value from the function at the end of function definition. Okay, so this is the syntax of function definition in Python. Every function definition starts with the keyword def and function name. Function name എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു ഒരു ഐഡന്റിഫയർ എന്താണ് ദാറ്റ് ഈസ് ഒരു വേരിയബിളിനോ ഫംഗ്ഷനോ ക്ലാസ്സിനോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് യൂസർക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് കൊടുക്കുന്നത്. സോ ഇവിടുത്തെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. സോ ഐഡന്റിഫയറിന് വേണ്ട എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് വേണം നമ്മളൊരു ഫംഗ്ഷൻ നെയിം ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ അതിനുശേഷം നമ്മൾ സിയിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഫംഗ്ഷന് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്. പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈ പാരന്തസിന്റെ ഉള്ളിൽ കൊടുക്കാം. അതല്ല പാരാമീറ്റേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കണ്ട. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ എ കോളൻ. ഓക്കെ, ഇഫും വൈലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ ആ ഫസ്റ്റ് ഡിക്ലറേഷൻ്റെ കൂടെ ഒരു കോളൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ്റെ കൂടി ഒരു കോളൻ ഉണ്ടാവും. ദെൻ അതിനുശേഷം ഫംഗ്ഷനിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതെല്ലാം ഇൻഡൻറ്റേഷനോട് കൂടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഡെഫിനീഷൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എവിടെയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ അവസാനിക്കുന്നത് അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻഡൻറ്റ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ ഡെഫിനീഷൻ്റെ ഉള്ളിൽ കൊടുക്കും. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഡെഫിനീഷൻ ഇൻ പൈത്തൺ. Example, this is an example of function definition. That is def, then ഇതൊരു ഫംഗ്ഷൻ്റെ പേരാണ് my function, then parenthesis. നമ്മളിവിടെ പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യില്ല. സോ ജസ്റ്റ് എ സിമ്പിൾ പാരന്തസിസ് then followed by a colon. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് ഹലോ ഫ്രം എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യണത്. സോ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളൂ. സോ ഇൻഡൻറ്റ് ചെയ്തതിന് ശേഷം പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫംഗ്ഷൻ ഡെഫിനീഷൻ ഇൻ പൈത്തൺ. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ ടോപ്പിക് ഹൗ ടു കോൾ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ എങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി എങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, യു ക്യാൻ കോൾ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ബൈ യൂസിങ് ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ദ ആർഗ്യുമെന്റ്സ് ഇൻ ദ പാരന്തസിസ്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ നെയിം ദെൻ എത്ര ആർഗ്യുമെന്റ്സ് ആവശ്യമുണ്ടോ ആർഗ്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്.
just function name followed by the list of arguments. So കഴിഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, def my function, then അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷന്റെ നെയിം ഫോളോഡ് ബൈ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ്. ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ we can just simply call the function as my function. ഇങ്ങനെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെമിക്കോളോ കോളോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് സിംപ്ലി മൈ ഫംഗ്ഷൻ. ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ഹലോ ഫ്രം എ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് നമ്മളിവിടെ ഈ ഫംഗ്ഷനിൽ ഇത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ഹലോ ഫ്രം എ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ? സോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെഫ് എന്ന് പറയുന്ന കീവേഡ്, ദെൻ ഫോളോഡ് ബൈ ഫംഗ്ഷൻ നെയിം, ദെൻ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്, ദെൻ അതിനുശേഷം ഇൻഡന്റേഷനിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം കൊടുക്കും. ദെൻ കോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ പാരന്തസിസ്. ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻസിൽ നമുക്ക് ആവശ്യമെങ്കിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ പാസ് ചെയ്യാം. ജസ്റ്റ് ഓരോ പാരാമീറ്റേഴ്സിന് ശേഷം കോമ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ദ നെയിം ഈസ് ഈവൻ ഓഡ്. ഈവൻ ഓഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡെഫ് ദെൻ ഈവൻ ഓഡ്, ദെൻ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു പാരാമീറ്ററിനെ പാസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്ററിനെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഈ പാസ് ചെയ്യുന്ന വാല്യൂ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കിട്ടാനുള്ള ഒരു ഫംഗ്ഷനാണ് ഇത്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ എക്സ് മോഡ് ടു ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ എന്ന് പ്രിന്റ് ചെയ്യാനും അല്ലാത്ത കേസിൽ ഓഡ് എന്ന് പ്രിന്റ് ചെയ്യാനുമാണ് ഇതിൻ്റെ ഉള്ളിൽ ഡെഫിനീഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഡെഫിനീഷൻ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം വി വിൽ കോൾ ദ ഫംഗ്ഷൻ ആസ് ഈവൻ ഓഡ് ഓഫ്. ഇവിടെ പാരാമീറ്റർ ഉള്ളത് കൊണ്ട് വി ജസ്റ്റ് പാസ് എ വാല്യൂ. ഇവിടെ ജസ്റ്റ് ഒരു സിംഗിൾ പാരാമീറ്റർ ഉള്ളൂ. സോ ജസ്റ്റ് ഒരു സിംഗിൾ വാല്യൂ നമ്മൾ പാസ് ചെയ്യണം. 2 എന്ന് പറഞ്ഞ ഈവൻ ഓഡ് ഓഫ് 2 എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് തന്നെ 2 എന്ന് പറഞ്ഞ വാല്യൂ എക്സിലേക്ക് കിട്ടും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 2 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ഈവൻ. ദെൻ നെക്സ്റ്റ് വി കോൾ ദ ഫംഗ്ഷൻ യൂസിങ് ഈവൻ ഓഡ് ഓഫ് 3. ദാറ്റ് ഈസ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പോൾ അഗെയിൻ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ഓഡ്. ഓക്കെ, ദിസ് ഈസ് പാരാമീറ്ററൈസ്ഡ് പാസ്. പാരാമീറ്റേഴ്സ് എങ്ങനെ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്യാം. ഓക്കെ, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ സീലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫംഗ്ഷനിൽ ആവശ്യമെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഫംഗ്ഷൻ ഡെഫിനീഷൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനായിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്. റിട്ടേൺ, ദെൻ അതിനുശേഷം എത്ര എക്സ്പ്രഷൻസ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് കമ്പൽസറി അല്ല, വേണമെങ്കിൽ മാത്രം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്താൽ മതി. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൂടെ ആവശ്യമെങ്കിൽ എക്സ്പ്രഷൻസ് കൊടുക്കും ചെയ്യാം. Okay, the return statement is used to exit a function and go back to the place from where it is called. എവിടുന്നാണോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അവിടേക്ക് തിരിച്ചെത്താനായിട്ട്, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് എവിടുന്നാണോ അതിനെ കോൾ ചെയ്തത് അവിടേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. സിയിലൊക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അതേ പർപ്പസിൽ തന്നെയാണ് ഇവിടെ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ മതി. ഇഫ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ അങ്ങനെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ പകരം അവിടെ ഒരു നൺ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. ദാറ്റ് ഈസ് റിട്ടേൺ ആയിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി ഒരു നൺ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ ടൈപ്സുകൾ പഠിക്കുമ്പോൾ നൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വോയിഡ് ഇല്ല, അതിന് പകരം ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്യണില്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് റിട്ടേൺസ് ദ നൺ ഒബ്ജക്റ്റ്. ഓക്കെ, പ്ലീസ് നോട്ട് ദിസ്. ഓക്കെ, ഇനി ജസ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഒരു സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡെഫ് സം, ദെൻ 2 പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, എ കോമ ബി. സിയിലൊക്കെ നിങ്ങൾ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ പൈത്തണിൽ ദർ ഈസ് നോ നീഡ് ടു ഗിവ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ജസ്റ്റ് എ കോമ ബി. ദെൻ അതിനുശേഷം ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണോ പാരാമീറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഈ 2 വാല്യൂസിനെയും ആഡ് ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ടോട്ടൽ ഈക്വൽ ടു എ പ്ലസ് ബി. ദാറ്റ് ഈസ് നമുക്ക് ഈ ഫംഗ്ഷനിൽ കിട്ടുന്ന 2 വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടലിലേക്ക് കിട്ടി. ആ ടോട്ടലിൽ കിട്ടിയ വാല്യൂ എന്താണോ അത് ഞാൻ റിട്ടേൺ ചെയ്യാം. ഇത്രയാണ് എൻ്റെ ഫംഗ്ഷൻ.
ഓക്കെ, ദെൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് രണ്ട് വാല്യൂസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 10. ഇത്രയും ചെയ്ത് വെച്ച ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത സ്റ്റെപ്പ് ഫംഗ്ഷൻ കോളിംഗ് ആണ്. ആ ഫംഗ്ഷൻ കോളിങ്ങിന് മുമ്പ് ഇവിടെ നമുക്ക് വാല്യൂസ് പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് വാല്യൂസിനെ ജസ്റ്റ് എഴുതി. അല്ലെങ്കിൽ സം ഓഫ് 10, 20 എന്ന് പാസ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂസിനെ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം സം ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എവിടെയാണോ സം ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് കാണുന്നത്, സോ എക്സിന്റെ വാല്യൂ 10ഉം വൈന്റെ വാല്യൂ 20 ആയിട്ട് ഇറ്റ് വിൽ ഗോ ടു ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്നിട്ട് ഈ എയിലേക്ക് 10ഉം വരും, ബിയിലേക്ക് 20ഉം വരും. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 10 പ്ലസ് 20 ചെയ്ത് ടോട്ടലിക്ക് 30 വരും. ആ 30 എന്നുള്ള വാല്യൂ ഇവിടെ റിട്ടേൺ പറയുന്നുണ്ട്. സോ എവിടുന്നാണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് അവിടേക്ക് ആ വാല്യൂ റിട്ടേൺ ചെയ്ത് വരും. സോ വി ഹാവ് എ വാരിയബിൾ ടു ക്യാച്ച് ദ റിസൾട്ട്. ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്താണോ അതിനെ മേടിക്കാനായിട്ട് നമ്മളൊരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ സെഡ് എന്ന് പറഞ്ഞൊരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇതിൻ്റെ റിസൾട്ട് ദാറ്റ് ഈസ് 30 വരും. ഓക്കെ, ദെൻ ഞാൻ ജസ്റ്റ് ഈ വാല്യൂ പ്രിന്റ് ചെയ്യാണ്. സോ വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആ സം ഓഫ് 10 and 20 ഈസ് 30. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്ന വൈ പറഞ്ഞ വാല്യൂ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന പർപ്പസുകളിൽ മാത്രം നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ ഇറ്റ് വിൽ റിട്ടേൺ എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വാരിയബിൾസ് ഇൻ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ അതിൻ്റെ സ്കോപ്പ് അവസാനിച്ചു. ആ വാരിയബിളിന് പിന്നെ വേറെ എവിടെയും സ്കോപ്പ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദ സ്കോപ്പ് ഓഫ് എ വാരിയബിൾ ഈസ് ദ പോർഷൻ ഓഫ് എ പ്രോഗ്രാം വേർ ദ വാരിയബിൾ ഈസ് റെക്കഗ്നൈസ്ഡ്. Parameters and variables defined inside a function are not visible from outside the function. Hence, they have local scope. The lifetime of a variable is the period throughout which the variable exists in the memory. The lifetime of variable inside a function is as long as the function executes. They are destroyed once we return from the function. Hence, the function does not remember the value of variable from its previous calls. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിൾസിൻ്റെ എല്ലാം സ്കോപ്പും ലൈഫ് ടൈമും ആ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഫംഗ്ഷൻ എൻഡ് ചെയ്ത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത വാരിയബിൾസിലൊന്നും ഒരു സ്കോപ്പും അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്തെടുക്കാനുള്ള ലൈഫ് ടൈമും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈ പക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ. ദെൻ അതിൻ്റെ ഉള്ളൊരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തു എക്സ് ഈക്വൽ ടു 10. ദെൻ ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്യണം. വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂവിനെ എക്സ് പറഞ്ഞ വാല്യൂവിനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോൾ ദിസ് ഫംഗ്ഷൻ. സോ ഞാൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ലൈൻസ് ആയിട്ട് തുടങ്ങുകയാണ്. സോ ഞാൻ ഇവിടെ ഇതേ ഒരു വാരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. സോ മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി റിട്ടേൺ ആണ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വാല്യൂ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എക്സിനെ പ്രിന്റ് ചെയ്യാണ്. സോ ഇവിടുത്തെ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എക്സ് കിട്ടും. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ പുറത്താണ് ഇവിടെ എക്സിനെ വിളിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ്റെ പുറത്ത് നിന്ന് ഈ എക്സിനെ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലത്തെ എക്സിനെ കിട്ടില്ല. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പുറത്തുള്ള എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വാല്യൂ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ പുറത്തുള്ള എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 20 ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വാരിയബിൾസ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ടോ അത്രയും ആർഗ്യുമെന്റ്സ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വിളിക്കുമ്പോൾ ആവശ്യമുണ്ട്.
ഓക്കെ. പക്ഷേ ഇൻ കേസ് നമ്മളുടെ ഫംഗ്ഷനിലുള്ള നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് തന്നെ നമുക്ക് വിളിക്കുമ്പോൾ കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്. A default argument is a parameter that assumes a default value if a value is not provided in the function call for that argument. ഓക്കെ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ഫങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ 2 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ. ഇവിടെ ഈ വൈൻ്റെ കൂടെ ഈക്വൽ ടു 50 എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്. നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ട്രീറ്റഡ് ദ വാല്യൂ ഓഫ് വൈ ആസ് 50. ദെൻ ഈ വൈക്ക് 50 എന്നുള്ള വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് അസൈൻ ചെയ്തിട്ട് അവിടെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ ഡെഫിനീഷനായിട്ട് എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ്. ദെൻ we call the function as myFung of 10. That is ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്, എക്സും വൈയും. പക്ഷെ ഞാൻ ഒരു വാല്യൂ പാസ് ചെയ്യുള്ളൂ. സോ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യും. വൈയിലേക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും വരാത്ത കാരണം വൈൻ്റെ വാല്യൂ 50 ആയിട്ട് എടുക്കും. ഓക്കെ. ദെൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 10 കിട്ടും, വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 50 കിട്ടും. If we pass myFung of 10,20 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് 10, 20 2 വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സിലേക്ക് 10 വരും, വൈയിലേക്ക് ഈ 50നെ മാറ്റിയിട്ട് 20 വരും. ദാറ്റ് ഈസ് നമ്മൾ പുതിയൊരു വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്ത വാല്യൂ ആ വൈക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഇൻ പൈത്തൺ. ഓക്കെ. Then the final topic is docstring. Okay. നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫ് ഫംഗ്ഷൻ്റെ നെയിം, പാരാമീറ്റേഴ്സ്, ദെൻ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ്, ഒരു സ്ട്രിങ്ങിനെയാണ് ഡോക്സ്ട്രിങ് എന്ന് പറയുക. ദാറ്റ് വിച്ച് മീൻസ് ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ്. ഇത് ഒരു കമൻറ്റ് പോലെ തന്നെയാണ്. ഈ ഫംഗ്ഷനിലൂടെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഡോക്സ്ട്രിങ് വഴി കൊടുക്കുന്നത്. ഒരു കമൻറ്റും ഡോക്സ്ട്രിങ്ങും തമ്മിലുള്ള വ്യത്യാസം, കമൻറ്റ് നമ്മൾ സാധാരണ സിംഗിൾ ലൈൻ കമൻ്റ് ആയിട്ട് ഹാഷ് വെച്ചിട്ടാണ് കൊടുക്കുക. പക്ഷേ ഡോക്സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലൈൻ കമൻ്റാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ട്രിപ്പിൾ കോട്സിലാണ് ഇത് എഴുതുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഈ ഡോക്സ്ട്രിങ് വഴി കൊടുക്കും. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്സ്ട്രിങ് ആയിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. Okay, the first string after the function header is called a docstring. This is function header. Okay, ഒരു ഫംഗ്ഷൻ ഡെഫിനീഷനിലെ ഫസ്റ്റ് ലൈനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ ഹെഡർ കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ലൈനെയാണ് ഡോക്യുമെന്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അതൊരു ഓപ്ഷണൽ ആണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിലൊന്നും അത് കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓപ്ഷണൽ ആയിട്ട് കൊടുക്കുന്ന ഫംഗ്ഷൻ ഹെഡറിന് ശേഷം വരുന്ന ഫസ്റ്റ് സ്ട്രിങ്ങിനെയാണ് ഡോക്സ്ട്രിംഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ സ്ട്രിംഗ് എന്ന് പറയുന്നത്. Okay, it is briefly used to explain what a function does. Docstrings are like the super enhanced, more logical and useful version of comments. Comments പോലെ തന്നെയാണ്, പക്ഷെ അതിനെക്കാട്ടും ഒക്കെ ഒരുപാട് എൻഹാൻസ്ഡ് വേർഷൻ പോലെയാണ് ഡോക്സ്ട്രിംഗ്. ദാറ്റ് ഈസ് മൾട്ടി ലൈനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാനായിട്ട് നമുക്ക് ഡോക്സ്ട്രിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Okay, consider this example. This is a function def greet name എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇത് ഡോക്സ്ട്രിംഗ് ആണ്. ഇത് ട്രിപ്പിൾ കോട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ് ഡോക്സ്ട്രിംഗ്. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിരിക്കുകയാണ്. Then when we call the function using greet poll, that is ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്. സോ ഞാൻ greet poll എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. greet ആണ് ഫംഗ്ഷൻ്റെ നെയിം. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യും. ഓക്കെ. ദെൻ ജസ്റ്റ് പ്രിന്റ് ഹലോ, നെയിമിൻ്റെ അവിടെ പോൾ വരും. ഹലോ പോൾ ഗുഡ് മോർണിംഗ് എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. സോ ദാറ്റ് ഈസ് ഡോക്സ്ട്രിംഗ്. ഒരു ഫംഗ്ഷൻ ഹെഡറിന് ശേഷം വരുന്ന ഫസ്റ്റ് സ്ട്രിങ്ങിനെയാണ് ഡോക്സ്ട്രിംഗ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ കോട്സിലാണ് അത് എഴുതുന്നത്. എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഡോക്സ്ട്രിങ്ങുകൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സം മോർ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് കമാൻഡ്സ്. ഓക്കെ, കമാൻഡ്സ് പോലെ തന്നെ ആ ഒരു പോർഷൻ കമ്പൈലർ സ്കിപ്പ് ചെയ്യും. ഇൻ്റർപ്രറ്റർ അത് സ്കിപ്പ് ചെയ്തിട്ട് മാത്രം അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ that are docstrings in Python. Okay, so I am going to wind up today's session. Thank you.